ഹലോ ഫ്രണ്ട്സ്, ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ചെയ്തെടുത്തിട്ടുള്ള ഒരു വീടിൻ്റെ ഹോം ടൂറാണ്. ഇതിൻ്റെ കിച്ചൺ ടൂർ ഞാൻ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ട്രഡീഷണൽ ലുക്കിൽ മോഡേൺ കൺസെപ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് വളരെ മനോഹരമായിട്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ചെയ്തെടുത്തിട്ടുള്ള ഒരു വീടാണിത്. 2950 സ്ക്വയർ ഫീറ്റിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പെരിന്തൽമണ്ണക്കടുത്തായിട്ടാണ്. ആയിഷ അസ്ലം ദമ്പതികളുടെ വീടാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് വീടിൻ്റെ ഫുൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ദാ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഹോം ടൂറാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് കണ്ടില്ലേ, കുറച്ചൊരു ട്രഡീഷണൽ ലുക്കിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് ചേരുന്ന വിധത്തിൽ തന്നെയാണ് ഈ ഒരു കോമ്പൗണ്ട് വാളും ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു ചെങ്കൽ ഡിസൈനിൽ വരുന്ന ഒരു ക്ലാഡിങ് വർക്കും എല്ലാം കൊടുത്തിട്ട് ആ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കോമ്പൗണ്ട് വാളും അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു ഗേറ്റും ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വിശദമായി തന്നെ കണ്ടു നോക്കാം. വിശദമായ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ, അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇതിപ്പോൾ വൈകുന്നേരം ലൈറ്റൊക്കെ ഇടുന്ന സമയത്തുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതാണ്. നല്ല ഭംഗിയുണ്ട് ആ ഒരു കളർ തീമും ആ ഒരു ലൈറ്റൊക്കെ കാണാനായിട്ട്. ഇത് വീടിൻ്റെ ഒരു സൈഡ് പോർഷനാണ് വരുന്നത്. ഈ ഭാഗത്ത് 2 ഹട്ടുകളായിട്ടാണ് കേട്ടോ എക്സ്റ്റീരിയർ എലിവേഷൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ വീടുകൾക്ക് കാണാത്ത രീതിയിലുള്ള ഒരു എലിവേഷൻ, നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഈ ഭാഗത്തും ആ ഒരു എൻഡിലും ഓരോ ഹട്ട് കൊടുത്തിട്ട് സെൻറ്റർ പോർഷൻ വരുന്നത് വീടിനകത്ത് വരുന്ന ഒരു കോട്ടിയാടിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടോ. അപ്പോൾ കോട്ടിയാടൊക്കെ നമുക്ക് വീടിൻ്റെ അകത്ത് പോകുന്ന സമയത്ത് കാണാം. മുകൾ ഭാഗം കണ്ടില്ല, ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് ഓട് മേഞ്ഞ രീതിയിലാണ് ആ ഒരു റൂഫ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ട്രഡീഷണൽ ലുക്കിലുള്ള എലിവേഷൻ വീടിന് കൊടുത്തത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് മേൽക്കൂരൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ആ ഒരു എക്സ്റ്റീരിയർ ലുക്ക് വരുന്നത്. എക്സ്റ്റീരിയറിൽ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു കണ്ണൂർ സ്റ്റോണിൻ്റെ ക്ലാഡിങ് തന്നെയാണ് കേട്ടോ. പില്ലറുകൾക്കും ആ ഒരു സെയിം ക്ലാഡിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി വീടിൻ്റെ എക്സ്റ്റീരിയർ പോർഷനിലെല്ലാം ആ ഒരു സെയിം ക്ലാഡിങ് വർക്ക് കൊടുത്തിട്ടുണ്ട്. മൊത്തം ആ ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കളർ തീം വരുന്നത്. അതിൻ്റെ കൂടെ കണ്ടില്ല ഇങ്ങനെ നന്നായിട്ട് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്ലാന്റ്സിൻ്റെ ആ ഒരു ഗ്രീനറിയും കൂടെ വരുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് വീടിൻ്റെ എക്സ്റ്റീരിയർ കാണാനായിട്ട്. ഇനി ഇതാ വീടിൻ്റെ ആ ഒരു മറുഭാഗമാണ് ഈ കാണുന്നത്. ഈ ഒരു ഭാഗത്തും നമുക്ക് എടുത്തു പറയാനായിട്ട് ഒരു ഡിസൈൻ വരുന്നുണ്ട്, ഒരു പാഷ്യോ വരുന്നുണ്ട് കേട്ടോ. അകത്തുനിന്ന് ഡൈനിങ് സ്പേസിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു പാഷ്യോ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാഷ്യോയുടെ ഭാഗത്താണ് ഒരു വാഷ് ഏരിയ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്, വാഷ് ബേസിൻ യൂണിറ്റൊക്കെ. അത് കൂടാതെ ഒരു ടീ ടേബിളും ചെയറും ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പേസാണ്. പുറത്തോട്ട് ഇങ്ങനെ ഡയറക്റ്റ് നല്ല വ്യൂ കിട്ടുന്ന രീതിയിലാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ആ സിറ്റ് ഔട്ടിൻ്റെ 2 പില്ലറുകൾ ഇങ്ങനെ ചരിച്ച് കൊടുത്തിട്ട് നല്ലൊരു പ്രത്യേക ഡിസൈനിലാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റിൽ നല്ല നീളത്തിലുള്ള സ്റ്റെപ്പുകളോട് കൂടിയാണ് ഈ ഒരു സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പുകളിൽ ബ്ലാക്ക് കളറിൽ വരുന്ന ഗ്രാനൈറ്റും ബാക്കി ഫ്ലോറിൽ വൈറ്റ് ടൈലുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ല വെറൈറ്റി 2 ചെയറുകൾ ആ ഒരു ബ്ലാക്ക് ആൻഡ് വുഡ് കളർ തീമിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വലിയ വിൻഡോയും വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്ത്. പിന്നെ സിറ്റ് ഔട്ടിൻ്റെ മുകൾ ഭാഗം ആ ഒരു വുഡിൽ വരുന്ന ആ ഒരു അഴികൾ വരുന്ന ആ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വുഡിലാണ് അത് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ട്രഡീഷണൽ ലുക്കിന് ചേരുന്ന വിധത്തിലാണ് ആ ഒരു വർക്കൊക്കെ വരുന്നത്. ഈ ഒരു പില്ലറൊക്കെ കണ്ടില്ല, ഇങ്ങനെ ആ ഒരു ഫ്രണ്ട് വശത്തോട്ട് ഇങ്ങനെ ചരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഈ ഒരു സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഏരിയ വരുന്നുണ്ട് കേട്ടോ. ചെറിയൊരു കോട്ടിയാടിൻ്റെയൊക്കെ പോലത്തെ ഒരു പോർഷൻ വരുന്നുണ്ട്. അവിടെ ഗ്രാസ് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ ഒരു അഡീനിയം പ്ലാന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അഡീനിയത്തിലൊക്കെ ആ ഒരു ഫ്ലവറൊക്കെ വരുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കുമല്ലേ അതിങ്ങനെ കാണാൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ദാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വിശാലമായ മുറ്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു വലിയ മുറ്റം കൊണ്ട് തന്നെ ഈ ഒരു വീടിന് പ്രത്യേക ഒരു ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫ്രണ്ട് സൈഡിൽ കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റെപ്പുകളുണ്ടല്ലോ, അത് ഈ ഒരു വശത്തോട്ടും കൂടെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് ആ ഒരു വീടിൻ്റെ സൈഡിലോട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സിറ്റ് ഔട്ടിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ എടുത്ത് പറയേണ്ടത് ഈ ഒരു ഡോറാണ്. ഒരു ഡബിൾ ഡോർ മെത്തേഡിൽ നല്ല ഭംഗിയായിട്ട് ഗ്രൂവ് ഡിസൈനിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു വുഡൻ ഡോറാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഈ ഒരു വെൽക്കം ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ഫോർമൽ ലിവിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തോട്ടായിട്ടാണ്. ഇവിടെ ആ ഒരു വൈറ്റ് ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു സെറ്റിയൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വിശദമായി തന്നെ കാണാം. ഇനി അത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ ഈ ഒരു എൻട്രൻസ് നല്ല ഭംഗിയായിട്ട് ആ ഒരു വുഡൻ തീമിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു എൻട്രൻസ് ആണ്. അതിൻ്റെ മുകളിൽ ആ ഒരു വൈറ്റ് കളർ തീമിൽ ഒരു ജാളി ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഭംഗിയിലൊരു ഊഞ്ഞാൽ കാണാൻ കഴിയും. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഒരു പോർഷൻ കോർട്ട്യാർഡാണ് കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് വിശദമായി തന്നെ കാണാം. ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വരുമ്പോൾ ഫ്ലോറിങ് ആ ഒരു വുഡൻ ടൈലിലേക്ക് മാറിയിട്ടുണ്ട്. ആ ഒരു ലിവിങ് ഏരിയയുടെ പോർഷൻ വരുന്നത് വൈറ്റ് ടൈലുമാണ്. അപ്പോൾ ഫ്ലോറിങ്ങിൽ തന്നെ ആ ഒരു ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഊഞ്ഞാലിൻ്റെ ആ ഒരു ക്ലോസ് വ്യൂ വരുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ അത് നല്ലൊരു പ്ലേസിലുമാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കോർട്ട്യാർഡിനോട് ചേർന്നിട്ട് ആ ഒരു സെപ്പറേഷൻ വരുന്ന രീതിയിലാണ്. പിന്നെ ആ ഒരു കോർട്ട്യാർഡിൻ്റെ പോർഷൻ കണ്ടില്ലേ, അവിടെ ആ ഒരു പുറത്തോട്ട് വരുന്ന ഭാഗത്ത് 2 ജാളി ഡിസൈന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വലിയൊരു വിൻഡോയും വരുന്നുണ്ട് കേട്ടോ. ആ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കോർട്ട്യാർഡിൽ ആ ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി അതിൻ്റെ വശങ്ങളിലെല്ലാം തന്നെ ആ ഒരു വുഡൻ ഫ്ലോറിങ്ങുമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഒരു പില്ലറുകൾ നമ്മൾ പുറത്ത് സിറ്റ് ഔട്ടിൽ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ആ ഒരു കണ്ണൂർ സ്റ്റോണിൻ്റെ ക്ലാഡിങ് കൊടുത്തിട്ടുള്ള ആ ഒരു പില്ലറുകളാണ് ആ ഒരു കോർട്ട്യാർഡിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. കോർട്ട്യാർഡിൻ്റെ ഈ ഒരു സൈഡ് 2 ജാളിയും വലിയൊരു വിൻഡോയും വരുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് വെളിച്ചമുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്ത് പുറത്ത് നിന്നുള്ള ലൈറ്റ് നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ അതാ ഇവിടെയാണ് ഫോർമൽ ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ ഒരു ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ട് കയറി വരുന്ന ഒരു പോർഷനാണ് ഫോർമൽ ലിവിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. മുകൾ ഭാഗവും എല്ലാം സീലിങ്ങൊക്കെ ചെയ്ത് നല്ല ഭംഗിയായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വൈറ്റ് ടൈലാണ് കേട്ടോ ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നല്ലൊരു കോർണർ സെറ്റി, നല്ലൊരു പീക്കോക്ക് ബ്ലൂ കളർ തീമിൽ വരുന്ന നല്ല ഭംഗിയായിട്ടുള്ളൊരു സെറ്റി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിൽ നല്ല വെറൈറ്റി ഡിസൈനിൽ വരുന്ന ഈ ഒരു വൈറ്റ് ആൻഡ് ഗോൾഡ് ഡിസൈനിൽ ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു ടീപ്പോയുമാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലിവിങ്ങിൻ്റെ നേരെ മുകൾ ഭാഗം സീലിംഗ് വർക്ക് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അവിടെ നല്ല ഭംഗിയിലൊരു ഹാങ്ങിങ് ലൈറ്റും അതുപോലെ സ്പോട്ട് ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ഒരു വുഡൻ തീമിലാണ് കേട്ടോ ഒരു സീലിംഗ് ചെയ്തിട്ടുള്ളത്. പ്ലൈവുഡിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. പ്ലൈവുഡിൽ വെനീർ പ്രസ്സിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ നേരെ ആയിട്ട് ഈ ഒരു വാളിൽ ഇതുപോലെ നല്ല ഭംഗിയിലൊരു മെറ്റൽ ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരുപാട് വർക്കുകൾ കുത്തി നിറച്ച് കൊടുക്കാതെ ഇങ്ങനെ സിംഗിളായിട്ട് കൊടുത്തിട്ടുള്ളൊരു വർക്കാണ്. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതാണ് ഇവിടെ നിന്നും അപ്പുറത്തോട്ടുള്ള ഒരു എൻട്രൻസ് വരുന്നത്. ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു എൻട്രൻസ് ആണ്. തൊട്ടിപ്പുറത്തായിട്ടാണ് ഈ ഒരു ഊഞ്ഞാൽ വരുന്നത്. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ കോർട്ട്യാർഡിൻ്റെ ഒരു ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു കോർട്ട്യാർഡിൻ്റെ ഭാഗത്ത് ഗ്രാനൈറ്റ് ആണ് കേട്ടോ ഒരു ഫ്ലോറിൻ്റെ ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് തീമിൽ വരുന്ന ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ചുറ്റുഭാഗത്തും ആ ഒരു വുഡൻ ടൈലാണ് കേട്ടോ, വുഡൻ ഫിനിഷിൽ വരുന്ന ഒരു മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പുറത്ത് കണ്ടില്ലേ ഒരു ട്രഡീഷണൽ ലുക്കിലുള്ള ഒരു ചാരുകസേരയൊക്കെ കൊടുത്തിട്ടുണ്ട്. കോർട്ട്യാർഡിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നല്ല വലിയൊരു ഇൻഡോർ പ്ലാന്റ് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്റ്റെപ്പുകളിൽ നല്ല 2 പീസ് ലില്ലിയുടെ പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത ഈ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഗ്ലാസ് ഇട്ടിട്ട് ഉള്ള റൂഫോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ ഈ ഭാഗത്തോട്ട് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ കാണിച്ചില്ലേ, ആ ഒരു ജാളി വർക്കും വിൻഡോയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ ഭാഗം മൊത്തം നമുക്ക് ലൈറ്റ് ഇട്ടില്ലെങ്കിൽ പോലും നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് നേരെയായിട്ട് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ടേബിളൊക്കെ വരുന്ന ഒരു ഏരിയ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഭാഗം ഫ്ലോറിൽ ആ ഒരു വൈറ്റ് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഗ്ലോസി ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ആ ഒരു മുകളിലത്തെ പോർഷനിൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ ആ ഒരു പ്ലൈവുഡിൽ വെനീർ പ്രസ്സിങ് ചെയ്തിട്ടുള്ള ആ ഒരു സെയിം സീലിംഗ് വർക്ക് ഇവിടെയും ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ചെറിയ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ വീടിൻ്റെ സ്റ്റെയറും കൂടെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കേട്ടോ വരുന്നത്. ഡൈനിങ്ങും സ്റ്റെയറും ഒരു ഭാഗത്താണ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള സ്റ്റെയർ കേസാണ് വീടിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകൾ ഭാഗം ഡബിൾ ഹൈറ്റിൽ ഈ ഒരു രീതിയിൽ ആ ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിന് യോജിച്ച വിധത്തിൽ നല്ല ഭംഗിയിലൊരു ഹാങ്ങിങ് ലൈറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ഏരിയ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ റൈലിങ്ങൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് ഇൻഡസ്ട്രിയൽ വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഒരു തേക്കിലാണ് അതിൻ്റെ ആ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്.
ബാക്കി ഇൻഡസ്ട്രിയൽ വർക്കിലുമാണ് കേട്ടോ ഒരു റെയിലിങ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ് ടേബിളും ചെയറുകളും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റ് ആൻഡ് വുഡൻ കളർ ഷെയ്ഡിൽ നല്ല വലിപ്പത്തിൽ വരുന്നൊരു ടേബിൾ സെറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. 8 സീറ്റിംഗ് ആണ് വരുന്നത്. നമുക്ക് ഒരു 10 സീറ്റിംഗ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. രണ്ട് സൈഡിലും കൂടെ ഓരോ ചെയറുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും വലിയൊരു ടേബിളായിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായി തന്നെ ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു എൻട്രൻസ് കാണാൻ കഴിയും. അത് ഞാൻ വിശദമായി തന്നെ കാണിക്കാം കേട്ടോ. അതിന് മുമ്പ് സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗം ഈ ഒരു രീതിക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. നല്ല ഒരു വുഡൻ പാനലിംഗ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല ഭംഗിയിൽ ഷോ പീസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി ഏരിയയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. താഴ്ഭാഗത്ത് സ്റ്റോറേജും ഒക്കെ വരുന്ന രീതിയിൽ നല്ല ഭംഗിയായി തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗം. ഇനിയിപ്പോൾ ദാ ഈ ഒരു ഡോറ് കണ്ടില്ലേ, ഇവിടെ സെൻറ്ററിൽ ഡോറും രണ്ട് സൈഡിലും വിൻഡോസും വരുന്ന രീതിയിൽ ഫുള്ളായിട്ട് ഗ്ലാസ് ആണ് കേട്ടോ വരുന്നത്. ആ ഒരു ഏരിയ ഫുള്ളായിട്ട് ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു എൻട്രൻസ്. ഇവിടെയാണ് വാഷ് ബേസിൻ യൂണിറ്റ്, വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തോട്ടായിട്ട് നല്ലൊരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ടൈപ്പിൽ വരുന്ന വാഷ് ബേസിനും താഴെയൊക്കെ നിറയെ സ്റ്റോറേജും വരുന്ന രീതിയിൽ വൈറ്റ് ആൻഡ് വുഡൻ ഷെയ്ഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അവിടെ നല്ല ഭംഗിയിൽ ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിൽ ഒരു മിറർ യൂണിറ്റ് കൊടുത്തിട്ട് ആ ഭാഗത്ത് അവർ സ്റ്റോൺ ക്ലാഡിങ്ങും കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദാ ഇവിടെ ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ടൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പെഷ്യലായിട്ട് തോന്നി കേട്ടോ, നല്ല ഭംഗിയുണ്ട് അത് ഡിസൈൻ ചെയ്തത് കാണാനായിട്ട്. പിന്നെ ദാ ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ ഒരു രണ്ട് ചെയറുകളും ഒരു ടീപ്പോയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്ന് ചായയൊക്കെ കുടിക്കാൻ പറ്റിയ രീതിയിൽ കാഴ്ചകളൊക്കെ കണ്ട്. കാരണം ആ ഒരു പോർഷൻ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തോട്ട് ഇങ്ങനെ ശരിക്കും നമുക്ക് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഗ്രില്ല് മോഡൽ നമുക്ക് പുറത്തോട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാഷ്യോ ഏരിയ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീടിൻ്റെ ഭംഗി കൂട്ടുന്നതിൽ നല്ലൊരു പങ്ക് ആ ഒരു പാഷ്യോ കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ഈ രീതിയിലാണ് കേട്ടോ. മുകൾ ഭാഗം ദാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ആ ഒരു സ്റ്റെയർ കേസൊക്കെ വരുന്ന ആ ഒരു മുകൾ ഭാഗം, ആ ഒരു റെയിലിങ്ങൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. കണ്ടില്ലേ, ഇതാണ് കേട്ടോ ആ ഒരു മുകളിലത്തെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു വ്യൂ വരുന്നത്. ഇനി ഇവിടെ നിന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കോർട്ട്യാർഡൊക്കെ വരുന്ന ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാലും നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ കാണുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ അല്ലല്ലോ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ വേറൊരു ഭംഗിയാണ് കേട്ടോ അപ്പുറം ആ ഒരു അപ്പുറത്തെ പോർഷൻ കാണാനായിട്ട്. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു കോർട്ട്യാർഡിൻ്റെ ഒരു സൈഡിലോട്ടായിട്ടാണ്, രണ്ട് സൈഡിലായിട്ടാണ് കേട്ടോ രണ്ട് ബെഡ്റൂമുകൾ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആ ഒരു കയറുന്ന ഭാഗത്ത് തന്നെ ഇങ്ങനെ ഒരു ഡിസൈനാണ് കേട്ടോ നമുക്ക് കാണാൻ കഴിയുക. ഒരു വാർഡ്രോബിൻ്റെ സൈഡ് ഭാഗമാണ് കാണുന്നത്. പിന്നെ ഈ ഭാഗത്തോട്ടായിട്ടാണ് കട്ടിൽ വരുന്നത്. മുകൾ ഭാഗം ദാ ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്, ലൈറ്റുകൾ മാത്രം കൊടുത്തിട്ട്. ബെഡ്റൂമിൻ്റെ ഫ്ലോറിങ് വൈറ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കട്ടിലൊക്കെ പ്ലൈവുഡിൽ മൈക്ക് പ്രസ്സിങ് ആണ് കേട്ടോ വരുന്നത്. അതുപോലെ വാർഡ്രോബും പ്ലൈവുഡിൽ മൈക്ക് പ്രസ്സിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. കളർ തീം നല്ല ഭംഗിയുണ്ട്. ആ ഒരു വൈറ്റ് ആൻഡ് വുഡൻ തീം വരുന്ന രീതിയിലാണ് വാർഡ്രോബിൻ്റെ എല്ലാം കളർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഏരിയ പ്രത്യേകം കൊടുത്തിട്ട് അവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റും അതുപോലെ തന്നെ ബാത്റൂമും ആ ഒരു ഭാഗത്താണ് വരുന്നത്. നമ്മൾ ആ ഒരു ഡോറ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മറുവശത്തോട്ടാണ് കേട്ടോ ഒരു ഏരിയ വരുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഈ ഒരു ഭാഗത്തോട്ടായിട്ട് ഈ ഒരു സൈഡിൽ കാണുന്നത് ബാത്റൂമിൻ്റെ ഡോറാണ് കേട്ടോ. ഈ ഭാഗത്ത് നല്ലൊരു ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജും നല്ലൊരു മിറർ യൂണിറ്റും ഒക്കെ വരുന്ന രീതിയിൽ നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഇവിടുത്തെ ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നല്ല സൗകര്യപ്രദമായി തന്നെയാണ് കേട്ടോ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കളർ തീമും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. ഈ ഒരു ഡോറൊക്കെ ബെഡ്റൂമിനൊക്കെ കൊടുത്തിട്ടുള്ള ഡോറൊക്കെ മഹാഗണിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു ബെഡ്റൂമും കൂടെ വരുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 4 ബെഡ്റൂമുകളാണ് കേട്ടോ മൊത്തത്തിൽ വരുന്നത്. അതിൽ 2 ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലും ബാക്കി 2 അപ്സ്റ്റെയറിലും ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ അടുത്ത ബെഡ്റൂം ഇതാ ഈ ഒരു ഭാഗത്താണ് കേട്ടോ വരുന്നത്. ഈ ഒരു ലിവിങ് ഫോർമൽ ലിവിങ്ങിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് ഇങ്ങനെ
ഈ ഭാഗത്തോട്ടായിട്ട് സ്റ്റെയറൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടൊരു പ്രത്യേകം പാസേജ് തന്നെ വരുന്നുണ്ട്. ആ ഒരു നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു മുകളിലെ ആ ഒരു സീലിംഗ് വർക്ക് അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ആ ഒരു പാസേജിൻ്റെ അറ്റം വരെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ലേ ഒരു ട്രഡീഷണൽ ലുക്കിൽ തന്നെ വരുന്നൊരു ഹാങ്ങിങ് ലൈറ്റ്, നല്ല ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാസേജിൻ്റെ ഫ്ലോറിങ് വുഡൻ ഫ്ലോറിങ് ആണ് കേട്ടോ, വുഡൻ ടൈല് മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ അകത്തെ ഫ്ലോറിങ് ആ ഒരു വൈറ്റ് ടൈലിലാണ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് ഇതാ സിമ്പിളായിട്ട് ലൈറ്റുകൾ മാത്രം കൊടുത്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കർട്ടനുകൾക്കെല്ലാം നേരത്തെ നമ്മൾ കണ്ട സെയിം ആ ഒരു കർട്ടൻ്റെ കളർ തീം തന്നെയാണ് വരുന്നത്. ഇവിടെയും ആ ഒരു ബെഡിൻ്റെ സ്പേസ് ഈ ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു മെറ്റീരിയലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലൈവുഡാണ് കേട്ടോ, അതിൽ മൈക്ക് പ്രസ്സിങ് ആണ്. ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഈ ഒരു ബെഡ്റൂമിൽ തന്നെ ഇങ്ങനെ ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് ടേബിളായിട്ടും സ്റ്റഡി ഏരിയ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റോറേജ് ഫെസിലിറ്റി കൂടെ കൊടുത്തിട്ടുണ്ട്. ക്ലോസ്ഡ് ആയിട്ടും ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ബാത്റൂം ആണെങ്കിലും ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ് കേട്ടോ വാർഡ്രോബും ബാത്റൂമും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പ്രത്യേകം ഒരു ഏരിയ കൊടുത്തിട്ട് ആ ഒരു ഭാഗത്തോട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബിൻ്റെ കളർ തീമൊക്കെ സെയിം തന്നെയാണ് കേട്ടോ, ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിൽ ഈ ഒരു സൈഡിൽ വാർഡ്രോബ്, പിന്നെ ഒരു സെൻറ്ററിൽ ആ ഒരു വാളിലായിട്ട് ആ ഒരു മിറർ യൂണിറ്റും ഡ്രസ്സിങ് യൂണിറ്റ് പോലെ, പിന്നെ അതിൻ്റെ ഈ ഒരു സൈഡിലോട്ടായിട്ട് ബാത്റൂമിൻ്റെ ഡോറും ആ ഒരു രീതിയിലാണ് വരുന്നത്. ജസ്റ്റ് നമുക്ക് ഈ ഒരു ബാത്റൂം ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ബാത്റൂമിൻ്റെ കളർ തീം വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു റൂമിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. ഇനിയിപ്പോൾ 2 ബെഡ്റൂമുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്സ്റ്റെയറിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി അപ്സ്റ്റെയറിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ സ്റ്റെയർ കേസ് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഒരു റെയിലിങ്ങൊക്കെ ഇൻഡസ്ട്രിയൽ വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽ വരുന്നത് തേക്കിലുമാണ് കേട്ടോ, തേക്ക് വുഡിലാണ്. ഇനിയിപ്പോൾ സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. ആ ഒരു ബ്ലാക്ക് തീമിൽ വരുന്നത് ഗ്രാനൈറ്റ് ആണ്. അതുപോലെ വൈറ്റ് ടൈലുമാണ് കേട്ടോ, ആ ഒരു വൈറ്റ് തീമിൽ അതിൻ്റെ സൈഡിൽ വരുന്നത് ടൈലുമാണ്. ആ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്റ്റെയർ കേസാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഏരിയയൊക്കെ ലാൻഡിങ്ങിൻ്റെ ഏരിയയൊക്കെ കാണാനായിട്ട് പ്രത്യേക ഭംഗിയുണ്ട്. ലാൻഡിങ്ങിൽ ആ ഒരു വുഡൻ ടൈല് മാറ്റ് ടൈല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നല്ലൊരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ ആ ഒരു ലാൻഡിങ്ങിൻ്റെ ഭാഗത്തായിട്ട്. പിന്നെ ഈ ഒരു ലാൻഡിങ്ങിൽ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ഒരു നല്ല ഭംഗിയിലുള്ള ഒരു വലിയ ഹാങ്ങിങ് ലൈറ്റ്, അതും ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ താഴത്തോട്ടൊക്കെ നോക്കുമ്പോൾ കാണുന്ന മൊത്തത്തിൽ ആ ഒരു താഴത്തോട്ട് മുകളിലോട്ടൊക്കെ നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ വ്യൂ വരുന്നത്. നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് നമ്മളിങ്ങനെ മൊത്തത്തിൽ ആ ഒരു വീട് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. പിന്നെ ഒരു പോർഷനിലോട്ട് കോർട്ട്യാർഡ് സംഭവങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മളിങ്ങനെ നോക്കുമ്പോൾ. ഇനിയിപ്പോൾ ഒരു ലാൻഡിങ് കഴിഞ്ഞാൽ പിന്നെയും സ്റ്റെപ്പുകൾ വരുന്നുണ്ട് കേട്ടോ, കുറച്ച് സ്റ്റെപ്പുകളും കൂടെ, ഒരു ഗ്രാനൈറ്റിൽ കൊടുത്ത സ്റ്റെപ്പുകൾ. അത് കയറി നമ്മൾ നേരെ വരുന്നത് ഇങ്ങനെ ഒരു പാസേജിലോട്ടാണ് കേട്ടോ. ഇവിടെ വലിയ സ്റ്റെയർ കേസ് വരുന്നതോടെ തന്നെ ഒരു പാസേജ് പോലെയാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ വരുന്നത്. അവിടെ ഫ്ലോറിൽ ആ ഒരു വുഡൻ മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്, നല്ലൊരു ബേ വിൻഡോ മോഡലിൽ നല്ല വീതിയിലാണ് കേട്ടോ ആ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട ഒരു ഹാങ്ങിങ് ലൈറ്റിൻ്റെ ക്ലോസർ വ്യൂ ആണ് കേട്ടോ ഇത്. അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആ ഒരു വിൻഡോ ഒക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ നിന്നും നമ്മൾ താഴത്തോട്ട് നോക്കിയാൽ കാണുന്നത് ആ ഒരു ടേബിളൊക്കെ വരുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഡൈനിങ് ടേബിളും ആ ഒരു പേഷ്യോൻ്റെ ഒക്കെ ആ ഒരു ഭാഗത്തോട്ടാണ് ഇവിടെ നിന്ന് വ്യൂ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റെയർ വലുതായതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു ചെറിയ കോറിഡോർ പോലെയാണ് വരുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഇപ്പുറത്തോട്ട് ഒരു ഹാള് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഫ്ലോറ് ആ ഒരു ഗ്ലോസി ടൈല് വൈറ്റ് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല പ്രത്യേക ഭംഗിയിലാണ് ഈ ഒരു ഭാഗം ചെയ്തെടുത്തിട്ടുള്ളത്. മുകളിൽ ആ ഒരു റൂഫിങ് കണ്ടില്ല, ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുള്ള ആ ഒരു റൂഫിംഗ് ആണ്. ഈ ഭാഗത്തായിട്ട് TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഒക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയിൽ ഷോ പീസുകൾ വെച്ചിട്ട് ആ ഒരു ഭാഗം ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ആ ഒരു തീം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇത് പ്ലൈവുഡിലാണ് കേട്ടോ, പ്ലൈവുഡിൽ മൈക്ക് പ്രസ്സിങ്ങിലാണ് ഒരു വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ കണ്ടില്ലേ ഒരു ട്രഡീഷണൽ ലുക്കിൽ വരുന്ന വിൻഡോസ്, ഒരു 3 വിൻഡോസൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ആ ഒരു ലൈറ്റുകളാണെങ്കിലും ആ ഒരു ട്രഡീഷണൽ ലുക്കിന് ചേരുന്ന വിധത്തിൽ നല്ല ഭംഗിയായിട്ട് ഈ ഒരു വാളിൽ കണ്ടില്ല ആ ഒരു ലൈറ്റും എല്ലാം ആ ഒരു രീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്നും നമ്മൾ ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ
ആ ഒരു സ്റ്റെയറിൻ്റെ ഏരിയ വരുന്നുണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. ഇത്രയും നീളത്തിൽ ആ ഒരു ഏരിയ വരുന്നുണ്ട് കേട്ടോ, സ്റ്റെയർ കേസ് വരുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റെയർ കാണുമ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും അറിയേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഒരു ഏരിയ സ്റ്റെയറിന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് കാണിച്ചതാണ്. ഈ പാസേജിൻ്റെ അറ്റത്തായിട്ട് നല്ല വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു അറ്റത്തായിട്ടൊരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ മുകളിൽ ആ ഒരു റൂഫ് വരുന്നത് ഈ രീതിയിലാണ് കേട്ടോ. അവിടെ നല്ല ഭംഗിയിൽ ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് കട്ടിലിൻ്റെ ആ ഒരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിങ് വൈറ്റ് ആൻഡ് വുഡൻ ഷെയ്ഡിൽ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നല്ലൊരു ഷോ പീസ്, ഒരു ഡെക്കോർ പീസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ആ ഒരു കട്ടിലൊക്കെ ആ ഒരു പ്ലൈവുഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പ്ലൈവുഡിൽ മൈക്ക് പ്രസ്സിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കണ്ടില്ലേ, നല്ല വലിയ 2 വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് വീടിൻ്റെ ഫ്രണ്ട് വശത്തോട്ട് വ്യൂ കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു ഭാഗത്തെ വിൻഡോ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ വാർഡ്രോബ് സെറ്റിങ്സ് വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. ഇവിടെ കണ്ടില്ല, ഒരു വൈറ്റ് ആൻഡ് വുഡൻ ഷെയ്ഡ് തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാത്റൂം കാര്യങ്ങളൊക്കെ, ഡ്രസ്സിങ് യൂണിറ്റൊക്കെ ഈ ഒരു ഭാഗത്തോട്ടായിട്ട് ഇങ്ങനെ ഒരു ഏരിയ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവിടെ കണ്ടില്ലേ, ആ ഒരു വാളിൽ തന്നെ അങ്ങനെ ഒരു മിറർ യൂണിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇപ്പുറത്തായിട്ട് കാണുന്ന ഡോറാണ് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു ബാത്റൂമും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ ബാത്റൂമിൻ്റെ ഉൾഭാഗം വരുന്നത്, കളർ തീമും കാര്യങ്ങളൊക്കെ. വാഷ് ബേസിൻ യൂണിറ്റൊക്കെ ഈ ഒരു സൈഡിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ദാ ഇങ്ങനൊരു ഡോറ് കാണാൻ കഴിയും. ഇത് ഇവിടെ നിന്ന് പുറത്തോട്ടുള്ള ബാൽക്കണിയിലോട്ടുള്ള ഡോറാണ് കേട്ടോ. അപ്പോൾ അതും ഈ ഒരു കോറിഡോർ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ബാൽക്കണി വരുന്നത്. ഇത് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ടുള്ള ബാൽക്കണിയാണ് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു ബാൽക്കണിയാണ്. ഒരു സ്റ്റെയർ കേസിൻ്റെ പോർഷനിൽ കൊടുത്തിട്ടുള്ള സെയിം റെയിലിങ്ങിൻ്റെ ആ ഒരു ഡിസൈനാണ് കേട്ടോ ഇവിടെ ബാൽക്കണിക്കും കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ ആ ഒരു ടോപ്പിൽ മരത്തിൻ്റെ ആ ഒരു തേക്കിൽ ചെറിയൊരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴത്ത് സിറ്റ് ഔട്ടിൽ കണ്ടില്ലേ, ആ ഒരു മുകളിൽ അങ്ങനെ ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ടാണ് കേട്ടോ വ്യൂ വരുന്നത്. അപ്പോൾ അതാ ഈ ഒരു രീതിക്കാണ് നമുക്ക് വ്യൂ കിട്ടുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബാൽക്കണിയുടെ വിശേഷങ്ങൾ വരുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ബാൽക്കണിയാണ്. അതിന് തൊട്ടിപ്പുറത്താണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു പോർഷൻ വരുന്നത്, ആ ഒരു TV യൂണിറ്റൊക്കെ വരുന്ന ഏരിയ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ ഒന്ന് എടുത്തതാണ് കേട്ടോ. ഈ ഒരു ഇവിടെ വെച്ചിട്ടുള്ള ഒരു ഡെക്കോർ പീസുകൾ ഉണ്ടല്ലോ, അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, ആ ഒരു ലൈറ്റും ഒക്കെ. അപ്പോൾ ഈ ഭാഗത്തായിട്ട് TV യൂണിറ്റ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂമും കൂടെയാണ് കാണാനായിട്ടുള്ളത്. ആ ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു പാസേജിൻ്റെ ആ ഒരു എൻഡിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വഴിയിലായിട്ടാണ് ഈ ഒരു വിൻഡോ വരുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ബേ വിൻഡോ മോഡലിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല വീതിയിലാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയർ കേസ് കയറി വരുന്ന ഭാഗത്താണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം വരുന്നത്. അവിടെയായിട്ടാണ് എൻട്രൻസ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം, മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നാലാമത്തെ ബെഡ്റൂം. റൂഫ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആ ഒരു ഡ്രസ്സ് ഇട്ട് മേഞ്ഞ രീതിയിൽ, ഓട് മേഞ്ഞ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തോട്ടായിട്ടാണ് ഇതിൻ്റെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആ ഒരു ട്രഡീഷണൽ ലുക്കിലുള്ള ഒരു അലമാരയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഈ ഭാഗത്തോട്ടായിട്ട് ഇതിൻ്റെ ബാത്റൂം കാര്യങ്ങളൊക്കെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ്, മിറർ യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് കാണുന്ന ഡോറാണ് ബാത്റൂമിൻ്റെ ഡോറ്. ജസ്റ്റ് അതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ലൈറ്റ് കളർ തീമിലാണ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇതുവരെ കാണാത്തൊരു സംഭവം ഉള്ളത്, ഈ ഒരു ഡോർ കണ്ടില്ലേ, ഇത് ഇവിടെ നിന്നും ഒരു ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ, ബെഡ്റൂമിൽ നിന്നും ഡയറക്റ്റ്. അപ്പോൾ ഈ ബാൽക്കണിയുടെ ആ ഒരു ഫ്രണ്ട് സൈഡ് വരുന്നത് ആ ഒരു കോർട്ട്യാർഡിൻ്റെ പോർഷനാണ് കേട്ടോ. മുകൾ ഭാഗം ഇങ്ങനെ തേക്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴത്തെ സിറ്റൗട്ടിലൊക്കെ കണ്ട ആ ഒരു ഡിസൈന് ആ ഒരു കോർട്ട്യാർഡിൻ്റെ പോർഷനാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വരുന്നത്. നമ്മൾ പുറത്തുനിന്ന് നോക്കിയപ്പോൾ 2 ഹട്ടായിട്ട് കണ്ടില്ലേ, അതിൻ്റെ രണ്ടാമത്തെ ഹട്ടിൻ്റെ ആ ഒരു പോർഷനാണ് കേട്ടോ ആ ഒരു ഭാഗം വരിക. അപ്പോൾ ഇത്രയൊക്കെയാണ് മുകളിലെ വിശേഷങ്ങൾ വരുന്നത്. നമ്മളിപ്പോൾ മുകളിലത്തെ 2 ബെഡ്റൂമുകളും എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ വീഡിയോയിൽ കാണാനായിട്ട് ബാക്കി വരുന്നത് വീടിൻ്റെ കിച്ചൻ്റെ പോർഷനാണ് കേട്ടോ.
അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഒരു കിച്ചൻ്റെ ഭാഗം കൂടെ ഒന്ന് കാണിക്കാം. കിച്ചണിലോട്ട് പോകുന്ന ഒരു പാസേജാണ് കേട്ടോ ഇത്. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു വാളിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള ഡെക്കോർ പീസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ല ഭംഗിയിൽ ഒരു ലൈറ്റൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് സൂം ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത്. ഒരു ഗ്ലാസ് ആൻഡ് വുഡ് ഡിസൈനിൽ ചെയ്തിട്ടുള്ള നല്ലൊരു ഡോറാണ്. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ കിച്ചനായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വർക്കിംഗ് സ്പേസും ഫസ്റ്റ് കിച്ചനും എല്ലാം ഒരുമിച്ച് വരുന്ന രീതിയിൽ. ഇതാണ് ഫസ്റ്റ് കിച്ചൻ്റെ പോർഷൻ വരുന്നത്. വൈറ്റ് ടൈലാണ് ആ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തോട്ടായിട്ട് ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് ആ ഒരു കൗണ്ടറിൻ്റെ അപ്പുറത്തായിട്ട് വർക്കിംഗ് സ്പേസ്, ഒരു വർക്ക് ഏരിയയുടെ ഒക്കെ ഒരു സ്പേസ് പോലെ ഗ്യാസ് സ്റ്റവ്, വിറകടുപ്പ്, വാഷ് ഏരിയ വരുന്ന ഒരു ഏരിയ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കിച്ചൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഹോം ടൂർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കിച്ചൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണണം എന്നുള്ളവർ അതെടുത്ത് കണ്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കിച്ചൺ ജസ്റ്റ് ഞാൻ ഈ ഒരു മോഡൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഹോം ടൂർ തന്നെ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ പിന്നെ കിച്ചൺ ടൂറും കൂടെ വിശദമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. അപ്പോൾ കിച്ചൺ ടൂർ വിശദമായിട്ട് കാണണം എന്നുള്ളവർ ആ ഒരു വീഡിയോ എടുത്ത് കണ്ട് നോക്കുക കേട്ടോ. എല്ലാ ഡീറ്റെയിൽസും ഞാനതിൽ കാണിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ജസ്റ്റ് ആ ഒരു കിച്ചൻ്റെ മോഡൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോ എടുത്ത് കണ്ട് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഹോം ടൂർ ഇട്ടതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ ആണ്. അങ്ങനെ കണ്ടാലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ ലിങ്ക് ഉണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അത് ചെക്ക് ചെയ്താലും മതി. അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള ഈ ഒരു വീടും ഇതിൻ്റെ ഡിസൈനും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും വളരെ ഭംഗിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്